ഓക്കേ, അപ്പോ നമുക്ക് ഗോസ്റ്റ് ഗൗഗലിന്റെ ആ അവിശ്വസനീയമായ കഥയിലേക്ക് കടന്നാലോ? നമ്മുടെ കഥ തുടങ്ങുന്നത് ഒറ്റപ്പെട്ട വിജനമായ ഒരു മരുഭൂമിയിലാണ്. പക്ഷേ ഇത് നിശബ്ദതയെപ്പറ്റിയുള്ള കഥയല്ല, മറിച്ച് മാഞ്ഞുപോകാത്ത ഒരോർമ്മയെക്കുറിച്ചുള്ളതാണ്. ഇതാണ് നമ്മുടെ കഥാനായിക, കൗഗേൾ, ആ ദുരന്തത്തെ അതിജീവിച്ച ഒരേയൊരാൾ. ആ കൂട്ടക്കൊലയുടെ ഏകസാക്ഷിയെന്ന നിലയിൽ അവളൊരു വലിയ ഭാരമാണ് പേറുന്നത്. അപ്പോ എന്താണിത്ര രസകരമെന്നല്ലേ? അവൾ ലോകത്തെ കാണുന്ന രീതിയും അവൾക്കുള്ള ആ രഹസ്യവുമാണ്. അവൾ ധരിക്കുന്ന ആ പൊട്ടിയ കണ്ണടയില്ലേ, അതവളുടെ കാഴ്ചയെ മറയ്ക്കുകയല്ല, കൂട്ടുകയാണ് ചെയ്യുന്നത്. അതെ, ഇതാണ് അവളുടെ കഴിവ്. അവൾ പ്രേതങ്ങളോട് സംസാരിക്കുകയല്ല, അവരുടെ അവസാന നിമിഷങ്ങൾ കാണുകയാണ്. അതുകൊണ്ട് അവളുടെ യാത്ര മരുഭൂമിയിലൂടെ മാത്രമല്ല, 2 ലോകങ്ങൾക്കിടയിലാണ്. നോക്കൂ, ഒന്ന് വിജനമായ വർത്തമാനകാലം, മറ്റൊന്ന് ഓർമ്മകൾ നിറഞ്ഞ ഭൂതകാലം. ഒരു ലോകം ശൂന്യമാണ്, പക്ഷെ മറ്റേ ലോകത്തിലാണ് അവൾ തേടുന്ന ഉത്തരങ്ങളുള്ളത്. അതുകൊണ്ടുതന്നെ അവളുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്: സത്യം പുറത്തുകൊണ്ടുവരിക. നീതിയിലേക്കുള്ള ഈ യാത്രയ്ക്ക് വ്യക്തമായ 3 ഘട്ടങ്ങളുണ്ട്. പ്രേതങ്ങളുടെ ഓർമ്മകൾ കൂട്ടിച്ചേർത്ത് വേണം ആരാണ് ആ കൂട്ടക്കൊലയ്ക്ക് പിന്നിലെന്ന് കണ്ടെത്താൻ. പക്ഷേ ആ സത്യം കണ്ടെത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതാണ് പ്രധാന ചോദ്യം. അതായത്, ഇതൊരു വെറും കുറ്റാന്വേഷണ കഥയല്ല. സത്യം, ഓർമ്മ, അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയാണ്. ഒരു സാക്ഷിയായിരിക്കുന്നതിന്റെ ഭാരവും നീതിക്ക് വേണ്ടിയുള്ള ആ കഠിനമായ പോരാട്ടവുമാണ് ഇതിൽ പറയുന്നത്. അവസാനം ഇത് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്: നിങ്ങൾക്ക് ഭൂതകാലം കാണാൻ കഴിഞ്ഞാൽ നീതി തേടുമോ, സമാധാനം തിരഞ്ഞെടുക്കുമോ?